കാലങ്ങളായി കാശ്മീർ അനേകം സംസ്കാരങ്ങൾക്കും മതങ്ങൾക്കും ഇടയായിരുന്നു. ബൗദ്ധ സന്യാസിമാർ മുതൽ മുഗൾ ചക്രവർത്തികൾ വരെ എല്ലാം ഈ ഭൂമിയോട് സ്നേഹം പുലർത്തി. മുഗൾ സാമ്രാജ്യകാലത്ത് ജഹാംഗീർ പറഞ്ഞത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു: ഇഫ് ദർ ഈസ് എ ഹെവൻ ഓൺ എർത്ത്, ഇറ്റ് ഈസ് ഹിയർ, ഇറ്റ് ഈസ് ഹിയർ. ഇന്ന് ആ പഴമയുടെ കാഴ്ചകൾക്ക് മീതെ വീഴുന്ന വെള്ളമഞ്ഞ്, ആകാശത്തിൽ നിന്ന് പതിക്കുന്ന ആ തുള്ളികൾ ഭൂമിയെ പുതപ്പിക്കുന്നത് പോലെ തണുത്ത വായുവിൽ ഓരോ ശ്വാസവും ഒരു പുതുജീവിതത്തിൻ്റെ അനുഭവം നൽകുന്നു. മഞ്ഞ് വീഴുമ്പോൾ കുട്ടികൾ ഓടിക്കളിക്കുന്നു, സ്ത്രീകൾ വീടിൻ്റെ മുന്നിൽ തീ കൊളുത്തുന്നു, പുരുഷന്മാർ അവരുടെ പരമ്പരാഗത വേഷത്തിൽ ജോലികൾ തുടരുന്നു. കുളിരിൻ്റെ ഇടയിലും അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയാണ് യഥാർത്ഥത്തിൽ കാശ്മീർ ജനതയുടെ സൗന്ദര്യം. വർഷങ്ങളായി കാശ്മീർ നിരവധി ബുദ്ധിമുട്ടുകൾ കണ്ടു. പക്ഷേ ഈ ജനത ഒരിക്കലും തളർന്നില്ല. അവരുടെ മനസ്സിലെ സമാധാനവും പ്രതീക്ഷയും മഞ്ഞ് പോലെ വെള്ളയും ശുദ്ധവുമാണ്. മഞ്ഞ് വീഴുമ്പോൾ അത് വെറും പ്രകൃതി വിസ്മയം മാത്രമല്ല, അത് സമാധാനത്തിൻ്റെ പ്രതീകവുമാണ്. ഓരോ തുള്ളിയും ഈ ഭൂമിയെ സ്നേഹത്തോടെ മൂടുന്നു. പഴയ വേദനകൾ മറച്ച് പുതിയൊരു പ്രതീക്ഷകൾ കൊടുക്കുന്നു. ഇതാണ് കാശ്മീർ, ചരിത്രം പറയുന്ന ദേശം. മഞ്ഞെഴുതുന്ന കവിത പോലെ മനസ്സിനെ തൊടുന്ന സൗന്ദര്യം. ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദേശം. ഇവിടെ ഓരോ പർവ്വതവും, ഓരോ മഞ്ഞുതുള്ളിയും, ഓരോ നിമിഷവും പ്രകൃതിയുടെ കവിതയാണ്. ഈ മഞ്ഞ്, ഈ കാറ്റ്, ഈ നീലവെള്ളം എല്ലാം ചേർന്ന് പറയുന്ന ഒരു ഒറ്റ സന്ദേശം: പ്രകൃതിയോടൊപ്പം ജീവിക്കൂ, മനസ്സിൽ സമാധാനം നിറയ്ക്കും. അതാണ് കാശ്മീർ നമ്മെ പഠിപ്പിക്കുന്നതും ഹൃദയസ്പർശിയാക്കുന്ന യാഥാർത്ഥ്യം. എത്ര ഇരുണ്ട ആകാശമെങ്കിലും കുറച്ച് വെളിച്ചം മതിയാവും പ്രതീക്ഷ പകരാൻ. കാശ്മീർ അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര വേദനയുണ്ടെങ്കിലും പ്രകൃതിയുടെ സൗന്ദര്യം എല്ലായ്പ്പോഴും നമ്മെ ശാന്തിയിലേക്ക്